Hello, hi, dear friends. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സീരീസ് നമ്മൾ തുടങ്ങി കഴിഞ്ഞു. അതിൻ്റെ സെക്കൻഡ് വീഡിയോ അല്ലെങ്കിൽ വ്ളോഗാണ്. ക്രിസ്മസ് വരെ കേക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനം അല്ലേ, വൈൻ ആൻഡ് കേക്ക്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു ക്രിസ്മസ് കേക്കിലേക്ക് പോകുന്നു, പ്ലം കേക്ക്. എനിക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറേ ആൾക്കാർക്ക് പ്ലം കേക്കിനെക്കാട്ടി ഇഷ്ടം അല്ലാണ്ടുള്ള കേക്ക്സാണ്. അതായത് ഈ എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഒന്നും ചേരാതെ വരുന്ന കേക്ക്സ് ഇല്ലേ, അപ്പോൾ ടീ കേക്ക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സാധാരണ സ്പഞ്ച് കേക്ക്, അത് ബട്ടർ കേക്ക്, ഇതൊക്കെയാണ് ചിലർക്കെല്ലാം ഇഷ്ടം, ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. പക്ഷേ എന്തായാലും ക്രിസ്മസിന് നമുക്ക് പ്ലം കേക്ക് വേണം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഇതിന് മുന്നേ കുറേ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ എല്ലാം വ്ളോഗ്സ്. അപ്പോൾ അതിലെല്ലാം ഡിഫറെൻറ്റ് കേക്ക്സ് ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായത്. ഇത് എഗ്ലെസ് ആണ്, പക്ഷേ സോഫ്റ്റ് ആയിരിക്കും. മുട്ട ചേർത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കുറവും വരാൻ പോണില്ല, വരുത്താനും പോണില്ല. ഇതൊരു ഡിഫറെൻറ്റ് മെത്തേഡ്. ഞാൻ ഓവനിൽ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇതേ കാര്യം ഇതേപോലെ തന്നെ ഓവനിൽ ചെയ്യാം. ഞാൻ അടുപ്പിൽ വെച്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇതേ കാര്യം വേണമെങ്കിൽ ഓവന് OTGയിൽ ചെയ്യണം എന്നുള്ള ആൾക്കാർ ഒരു 25 to 30 minutes 170 to 180 ഡിഗ്രിയിൽ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ചിലപ്പോൾ 30 മിനിറ്റ് ആകും, അത്രേ ഉള്ളൂ. കാരണം ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ചേർക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഹെവി ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു 1.25 കപ്പ് മൈദ മാവിലാണ് ചെയ്യാൻ പോണേ. ഇതിൽ വേറൊരു കാര്യം പറയട്ടെ, ഫ്രൂട്ട് കേക്കാണ്, നമ്മൾ പ്ലം കേക്കാണ്, അതിനകത്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ചേർക്കാൻ പോകണം. ഇത് ആൽക്കഹോൾ കേക്കാണ് ഞാൻ ചെയ്യാൻ പോണത്. ഈ ആൽക്കഹോളിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഉപയോഗിക്കാം. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 hours 3 hours മുന്നേ ഒഴിച്ച് വെച്ചാലും മതി സോക്കാകാൻ. പക്ഷേ ഐഡിയലി പറയുകയാണെങ്കിൽ തലേ ദിവസം ഒഴിച്ച് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് കുറച്ച് ആൽക്കഹോൾ, അതായത് ബ്രാൻഡിയിൽ ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് കേക്ക് അഥവാ പ്ലം കേക്കിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ഇതൊക്കെയാണ് മെയിനായിട്ട് ചേർക്കുന്നത്. ദാറ്റ് ഈസ് ആൽമണ്ട്സ്, പിന്നെ അതുപോലെ കാഷ്യൂ നട്ട്സ്, ഇത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയിലെ ഓറഞ്ച് കളറും അതുപോലെ യെല്ലോ, ഒരു ഗ്രീനിഷ് യെല്ലോ, പിന്നെ ഡേറ്റ്സ്, ഇത് ഓറഞ്ച് പീൽ, ഇത് റേസിൻസ് 2 തരം 2 കളർ. ഓക്കെ, ഇത് ലൈറ്റർ ഷെയ്ഡ്, ഇത് ഡാർക്കർ ഷെയ്ഡ്. വേണമെങ്കിൽ ഇത് പകരം ബ്ലാക്ക് കറണ്ടും ചേർക്കാം, കുരുവില്ലാത്ത ബ്ലാക്ക് കറണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ചെറീസ്, ഗ്ലേസ്ഡ് ചെറി, ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇതെല്ലാം 25 grams വെച്ചാണ് ഞാൻ എടുത്തത്. 25 gram വെച്ച് എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരു മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണിൽ കൂടുതലുണ്ടാവും. 1 ടേബിൾ സ്പൂൺ അല്ലാതെ കൂടുതലുണ്ട്, 1.5 ടേബിൾ സ്പൂൺ അറ്റ്ലീസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇനി ഇതിനെല്ലാം കൂടി ഒന്നിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് അളവ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു 240 ml കപ്പാണെങ്കിൽ ഓൾമോസ്റ്റ് 1.5 കപ്പുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ, ഇതിപ്പോൾ ആൽക്കഹോൾ ചേർത്തുണ്ടാക്കുന്നതാണ്. ദാറ്റ് ഈസ് ഇതൊരു ബ്രാൻഡിയാണ്. ബ്രാൻഡി 1/2 കപ്പോളം എടുക്കുന്നു. ഇതിന് പകരം നോൺ ആൽക്കഹോളിക് ആണെങ്കിൽ നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് ചേർത്താൽ മതി. ഓക്കെ, ഇത് 1/2 കപ്പ് ബ്രാൻഡി. അപ്പോൾ നമ്മുടെ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടി ബ്രാൻഡിയിൽ കുതിർന്ന് ഒരു ദിവസം പഴക്കമുണ്ട്. വൺ ഡേ ഞാനിത് ഇന്നലെ കുതിരാൻ വെച്ചതാണ്. നല്ല കുതിർന്ന് സോക്കായിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇരുന്നാലും ധാരാളം മതി. ഓറഞ്ച് ജ്യൂസ് ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം. പക്ഷേ ഓറഞ്ച് ജ്യൂസിൽ കുതിരാൻ വെച്ചിട്ട് അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. പിറ്റേ ദിവസം ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ, ഒരു 3 hours മുന്നേ ആണെങ്കിലും ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ ഓക്കെയാണ്, പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ കുറച്ചുകൂടി നല്ലതാണ് ആൽക്കഹോളിൽ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ആൽക്കഹോൾ ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഫ്രൂട്ട് ജ്യൂസിൽ തന്നെ ഓറഞ്ച് ജ്യൂസിൽ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് റെഡിയാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് പഞ്ചസാര, ഇതിനാവശ്യമുള്ള പഞ്ചസാര കാരമലൈസ്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് അടുപ്പിലേക്ക് ഇടാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇത് എന്നിട്ട് ഒന്ന് ബ്രൗൺ ആയി വരും. ഒരു കളർ മാറി തുടങ്ങുമ്പോൾ, ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴാണ് ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് വെള്ളവും റെഡിയാക്കി വെക്കുക. ചൂട് വെള്ളമാണ് വേണ്ടത്, ബോയിലിംഗ് വാട്ടർ, അത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. അപ്പോൾ ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ വെള്ളം കൂടി റെഡിയാക്കാനായിട്ട് വെക്കണം. ഇത് പഞ്ചസാരയുടെ നിറം എല്ലാം മാറി കാരമൽ കളർ, അത് കുറച്ചുകൂടി ഡാർക്ക് ആയാലും കുഴപ്പമില്ല, നല്ലൊരു ഡാർക്ക്നെസ് കിട്ടുന്നതാണ് നല്ലത്. ഇച്ചിരി കൂടി ബ്രൗൺ ആയ കൂടുതൽ, പക്ഷെ കരിയുന്ന പോലെ ആകരുത്, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലേക്കാണ് നമ്മളിനി ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറിനെ ഡിപ്പെൻഡ് ചെയ്താണ് കേക്കിൻ്റെ കളർ വരുന്നത്. ഓക്കെ, ദിസ് ഓൾമോസ്റ്റ് റെഡി. ഒരു 3/4 കപ്പോളം
തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ കേക്ക് വളരെ സ്പെഷ്യലാണ്. ഒരു 1/2 കപ്പ് ശർക്കര ചീകിയത് ചേർക്കും. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ കാരമലൈസ് ചെയ്തെടുത്തത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. ഇപ്പം നോക്കൂ, ഇത് 1/2 കപ്പ് ശർക്കര ചീകിയത്. ഒരു ചെറിയ ഉണ്ട ശർക്കര എന്ന് പറയാൻ വേണമെങ്കിൽ ചീകി എടുക്കുമ്പോൾ 1/2 കപ്പ്. അപ്പോൾ രണ്ടും കൂടി ചേർത്തപ്പോൾ 1 കപ്പായി മധുരം, പഞ്ചസാരയും ശർക്കരയും. ഇനി ഇതും കൂടി ചേർന്ന് നന്നായിട്ട് ഉരുകി ഒരു തളയെല്ലാം വരട്ടെ. ഇപ്പോൾ ശർക്കരയും ഉരുകി നമ്മുടെ കാരമലിൻ്റെ കൂടെ ചേർന്ന് കളർ നോക്കിയാൽ ഡാർക്കായി, കുറച്ചുകൂടി ബെറ്റർ. ഇനി തീ ഓഫ് ചെയ്യാം. എല്ലാം ഉരുകി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ശർക്കരയുടെ ഒരു പച്ച അതൊക്കെ മാറണം. അതുകൊണ്ട് ഒരു 5 മിനിറ്റ്സോളം വീണ്ടും തിളപ്പിച്ചുകൊണ്ടിരിക്കും. ഇനി ഇരിക്കട്ടെ. ഓക്കെ, ഇനി ശർക്കര അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ട് നമ്മൾ ഇത് ഒന്നിച്ച് അരിച്ച് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കി തുടങ്ങുന്നത്. ബാറ്റർ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊന്ന് തണുക്കട്ടെ. ഇത് അരിച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റും. ഇത് 1.25 കപ്പ് മൈദ മാവ് ഞാൻ അളന്നെടുത്തതാണ്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. കുറച്ച് ഹൈറ്റിൽ നിന്നും ഇങ്ങനെ താഴേക്ക് അരിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഏരിയേഷൻ കൂടുതലായിരിക്കും കേക്കിന്, കുറച്ചുകൂടെ ബെറ്റർ ആകും. ഒരു 2 പ്രാവശ്യം, ഒരു മിനിമം ഒരു 3 പ്രാവശ്യം എങ്കിലും ചെയ്താൽ നല്ലതായിരിക്കും. 2 പ്രാവശ്യം എങ്കിലും. പ്ലം കേക്ക് ആയതുകൊണ്ട് ഒരു കാര്യം കൂടി വേണം, മസാലപ്പൊടി, സ്പൈസസ്. അതിപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 4-5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു 2-3 ഏലക്ക, ഒരല്പം ജാതിക്ക, ഇത്രയും കൂടി ചേർന്ന് പൊടിച്ചാണ്. അപ്പോൾ ഇച്ചിരി കൂടുതൽ മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. 1 ടീസ്പൂണായിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഒരു കഷ്ണം പട്ടയും 5 to 6 ഗ്രാമ്പു, 3-4 ഏലക്ക, ഒരു 1/4 ഭാഗത്തോളം ചെറിയൊരു ഉണ്ട ജാതിക്കയുടെ ഒരു 1/4 ഭാഗത്തോളം എടുക്കാം. അങ്ങനെ പിന്നെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പാല്, ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ, റിഫൈൻഡ് ഓയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ വെണ്ണ ഉരുക്കി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കും, 1 ടേബിൾ സ്പൂൺ. ഇനി ഇതൊന്ന് നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും കുഴപ്പമില്ല. ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് വളരെ മസ്റ്റാണ്. ഇതൊരു എഗ്ലെസ് കേക്കാണ്, അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങൾ ചേർക്കുന്നത്. ഇതുപോലെ ഒരു കുക്കറിലാണ് ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുക്കറിനകത്തേക്ക് ഉപ്പിട്ടിട്ടും ചെയ്യാം, ഉപ്പിടാതെയും ചെയ്യാം, പ്രശ്നമില്ല. ഈ ഉപ്പ് തന്നെ നമുക്ക് 2-3 പ്രാവശ്യം ഉപയോഗിക്കാം, മാറ്റാണ്ട്. അത്രയും തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അകത്തേക്ക് ഒരു പാത്രം വയ്ക്കണം. അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ അതിനകത്ത് നിൽക്കണം. പിന്നെ ഇതിനകത്തേക്കാണ്, ഇത് നമ്മളുടെ ഡിസ്പോസിബിൾ ടൈപ്പാണ്. ഞാനിപ്പോൾ 2 വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടി ബലം കിട്ടാനായിട്ട്. അതിനകത്തേക്കാണ് നമ്മൾ കേക്ക് ബേക്കാൻ പോകുന്നത്. ഇനി ഇത് അടച്ചിടാം. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ എന്തായാലും നമ്മുടെ ശർക്കര, പഞ്ചസാര, ആ ഒരു സംഭവം നല്ല ആവശ്യത്തിന് തണുത്തു. ഇത് നോക്കിയേ, ഇത് ഞാൻ ഇന്നലെ തന്നെ ബ്രാൻഡി ഓർ റം ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് അതിൽ കുതിരാൻ വെച്ച കാര്യങ്ങളാണ്. നല്ല കുതിർന്ന് റെഡിയായിരിക്കുന്നു. ഓക്കെ, മാറ്റി വയ്ക്കാം. പാല്, തൈര്, ഓയിൽ മിശ്രിതം, അതിലേക്ക് നമ്മുടെ ശർക്കര മിശ്രിതം, ശർക്കര പഞ്ചസാര മിശ്രിതം കുറച്ചൊഴിക്കും. ഫുള്ള് വേണ്ട, ആവശ്യത്തിന് ഒരു പകുതി. ഇതിലേക്ക് അടഞ്ഞു വെച്ചിരിക്കുന്ന മൈദ മിശ്രിതം. ഇതിൽ മൈദ മാവ്, ബേക്കിംഗ് പൗഡർ, പിന്നെ ടൈറ്റായി വരുന്ന സമയത്ത് ബാക്കിയും കൂടി ചേർക്കാം. ഇതും കൂടി നന്നായിട്ട് ഒഴിച്ചു, നല്ല കട്ടയിലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാലൻസും കൂടി ചേർക്കണു.
ഇത് കാരമലൈസ്ഡ് ഷുഗർ പ്ലസ് ശർക്കര ഒഴിക്കും. രണ്ടും കൂടി ഒന്നിച്ചാണ്. അപ്പോൾ ടോട്ടലായിട്ട് 1 കപ്പാണ് മധുരം നമ്മൾ ചേർക്കുന്നത്. പഞ്ചസാര ശർക്കര ഈക്വൽ ക്വാണ്ടിറ്റി. നമ്മുടെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി. ഇനി ഇതിനകത്തേക്കാണ് 2-3 കാര്യങ്ങളുണ്ട്. എന്തായാലും ആദ്യം കുറച്ച് വാനില എസൻസ്. നമ്മുടെ ക്രിസ്മസ് പ്ലം കേക്കിന് ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ വാനില. ഇപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തല്ലോ, അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഓറഞ്ച് എസൻസും കൂടെ ചേർത്താലും നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ അതിന് പകരം ഓറഞ്ച് മർമലേഡ് ചേർക്കാൻ പോവാണ്. അത് നിർബന്ധമില്ല കേട്ടോ, അതായത് ഓറഞ്ച് എസൻസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കാണുന്നുണ്ടല്ലോ, മാവിനെക്കാട്ടി കൂടുതലാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ചേർക്കുന്നത്. ഇതിലിപ്പോൾ ഓറഞ്ച് മർമലേഡ് ഞാൻ ചേർക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തു. 1 ടേബിൾ സ്പൂൺ ആണെങ്കിലും ഓക്കെ, 1.5 ആണെങ്കിലും ഓക്കെ, നമ്മുടെ ചോയ്സാണ്. ഒത്തിരി നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ എല്ലാം ബാറ്റർ ശരിക്കും റെഡി ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് വർക്ക്. അതായത് ഇത് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂണോളം വിനാഗിരി, അതിങ്ങനെ പതഞ്ഞ് വരും. അത് അടങ്ങാണ്ട് ഒഴിക്കും. സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റെ ലാസ്റ്റ് പരിപാടി. നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ അറിയാമോ, സാധാരണ ഒരു ഫ്രൂട്ട് കേക്ക് അല്ല, ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഈ ഒരു പ്ലം കേക്ക് സോഫ്റ്റ് ആയിരിക്കും. സാധാരണ ഒരു ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ഒന്നും ആയിരിക്കില്ല. ഇത് അത്യാവശ്യം കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും. എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ ഒരു മെസ്സി ബിസിനസ്സാണ്. അപ്പോൾ എപ്പോഴും ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ വിരിച്ചിട്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ പാത്രങ്ങൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ പാകവും പുറം കേടാകാണ്ടിരിക്കും. ഇതിപ്പോൾ ബാറ്ററിലേക്ക് മാറ്റുന്നു. ഇത് 1 kgയുടെ 1 കിലോ കേക്കിനുള്ള മോൾഡാണ്. ഇത് പേപ്പർ മോൾഡാണല്ലോ, ഡിസ്പോസബിൾ. ഇത് ഈ സമയത്ത് ക്രിസ്മസ് ടൈമിലൊക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ പല ടൈപ്പിൽ പല ഷേപ്പിൽ എല്ലാം കിട്ടും. അങ്ങനെ ഈ കേക്കിൻ്റെ മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിൽ കിട്ടും. അതാണ് എളുപ്പമാണ്. നമ്മളിപ്പോൾ ലാർജ് ക്വാണ്ടിറ്റി കുറേ പേർക്ക് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ അങ്ങ് കൊടുത്താൽ മതിയല്ലോ, ആ സെയിം മോൾഡിൽ തന്നെ. ഡീമോൾഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അതല്ലെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു ടിന്നിലേക്ക് മാറ്റിയാൽ മതി. ഇതിപ്പോൾ 1 കിലോയുടെ സൈസിലുള്ള കേക്ക് കിട്ടും വെയിറ്റിൽ. ഇത് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 മോൾഡ് വെച്ച് കഴിയുമ്പോൾ 1-ന് മുകളിൽ 1 അപ്പോൾ കുറച്ചുകൂടി ഒരു ബലം കിട്ടും നമ്മുടെ ഈ കേക്ക് ടിന്നിന്, കേക്ക് ടിൻ പേപ്പർ ടിൻ. ഓക്കെ, കഴിയും. അപ്പോൾ ഇനി പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ കുക്കറിലേക്ക് മാറ്റാം. അത്യാവശ്യം നല്ല ചൂടായി കഴിഞ്ഞു. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഇതുപോലെ ചൂടാക്കാൻ വെച്ചാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ മീഡിയം ഫ്ലെയിം, അങ്ങനെ മാറ്റുന്നു. ഓക്കെയാണ്. ഇപ്പോൾ ഞാൻ കുക്കറിൽ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും തരം പാത്രത്തിൽ, വലിയ ചരുവത്തിലോ ഏതെങ്കിലും ഒരു ഇറ്റാലിയൻ പാത്രത്തിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിലും കുഴപ്പമില്ല, ചീനച്ചട്ടി ആണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് അടച്ചിട്ട് ചുട്ടെടുക്കുന്നൊരു പ്രിൻസിപ്പിളാണല്ലോ, അടയ്ക്കാം. ഇപ്പോൾ വെയിറ്റ് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഇരിക്കട്ടെ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മീഡിയം പിന്നെ ലോ ആ രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ സമയം റെഡി. കുക്കർ തുറന്നു. നമ്മുടെ കേക്ക് ഈസ് റെഡി. ക്ലീൻ ഓക്കെ. ആവശ്യത്തിന് കറക്റ്റായിട്ട് വന്നിട്ട് ഞാൻ മേളിൽ അലങ്കാരമായിട്ട് നട്ട്സ്, അതിൻ്റെ എന്താ പറയുക, കറുത്ത മുന്തിരിങ്ങ അതൊക്കെ വെക്കാമായിരുന്നു, ചെറീസൊക്കെ. ഞാൻ ചെയ്തില്ലാന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് കൂടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടാൽ മതി. അതിങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് റെഡിയായി വരുമ്പോൾ കറക്റ്റായിരിക്കും. ഇതൊരു സോഫ്റ്റ്വെയർ വേർഷൻ ഓഫ് നമ്മുടെ പ്ലം കേക്കാണ്. സാധാരണ പ്ലം കേക്കിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇത്. കുക്കറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡിമോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വളരെ സിമ്പിളാണ്. ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് സ്പഞ്ച് പോലെ ഇരിക്കും. സാധാരണ ആ ഒരു ടെക്സ്ചറിൽ നമ്മൾ പ്ലം കേക്ക് സാധാരണ കാണാറില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ശർക്കരേണ്ടതിൽ പഞ്ചസാരയും ശർക്കരയും കൂടിയുള്ള കോമ്പിനേഷൻ. ഇത് തണുക്കട്ടെ. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ പ്ലം കേക്ക് ഈസ് റെഡി. ഇത് അല്പം ആവശ്യത്തിന് തണുത്തു. ഞാൻ തണുത്ത് കഴിഞ്ഞിട്ട് ഡിമോൾഡ് ചെയ്യാന്നല്ലേ പറഞ്ഞേ.
അപ്പോൾ ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് സോഫ്റ്റ് വേർഷൻ ഓഫ് പ്ലം കേക്കാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ പ്ലം കേക്കൊക്കെ കുറച്ചുകൂടി ഹാർഡായിരിക്കും. അതെല്ലാം ഇപ്പോൾ ഡീമോൾട്ട് ചെയ്ത് കാണിച്ചാൽ. പിന്നെ വലിയ അലങ്കാരങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നല്ല ഭംഗിയൊന്നും ആ ഒരു എന്താ പറയുക നട്ട്സ് ചെറീസ് അതൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. നേരത്തെ തന്നെ അത് മാവിൻ്റെ മുകളിലിട്ടാൽ മതി. സൈഡിൽ നിന്ന് കെട്ടുക. അങ്ങനെ നമ്മുടെ കേക്കിനെ ഡിമോൾഡ് ചെയ്തു. യെസ്, പെർഫെക്റ്റ്, സോഫ്റ്റ്. നോക്കിക്കോളൂ എന്താ നല്ല സോഫ്റ്റ് ആയിരിക്കണോ നോക്കൂ. എല്ലാം ഞാൻ ഡബിളായിട്ടിരിക്കുന്നത്, ഡബിൾ ലെയർ. അപ്പോൾ നമ്മളുടെ ബ്യൂട്ടിഫുൾ റിച്ച് പ്ലം കേക്ക് ഇസ് റെഡി ഫോർ ദ ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലാണ് ഇന്നത്തെ ഈ ഒരു പ്ലം കേക്ക്. നമ്മൾ വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഞാൻ നട്ട്സ്, ചെറീസ്, പിന്നെന്താ കറുത്ത മുന്തിരിക്ക ഒന്നും വെച്ചില്ലല്ലോ. അപ്പോൾ അലങ്കാരം ഞാൻ വേറൊരു കാര്യമാണ് പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് ഐസിങ് ഷുഗർ അതിങ്ങനെ നമ്മൾ അരിപ്പയിലൂടെ ഇട്ടാൽ മതി. ഒരു മഞ്ഞ് വീത പോലെ തോന്നും. ആൻഡ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറീസ്, ഗ്ലേസ് ചെറീസ് വയ്ക്കാം. സെൻറ്റർ പോർഷനിൽ ഇത് മതി. അതൊരു ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻ ആയില്ലേ, നൈസ്. അങ്ങനെ ഈസി പ്ലം കേക്ക് ഈസ് റെഡി. ക്രിസ്മസിന് നല്ല ഭംഗി. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും അലങ്കരിക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം വെച്ച് വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഫോണ്ടാൻ ഐസിങ് വെച്ച് ചെയ്യാം, റോയൽ ഐസിങ് ചെയ്യാം. റോയൽ ഐസിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് നമ്മളുടെ കഴിഞ്ഞ 2-3 ക്രിസ്മസ് സീരീസിലായിട്ട് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യുക, ലക്ഷ്മി നായർ ക്രിസ്മസ് സീരീസ് വ്ളോഗ്സ്. അതിൽ പ്ലം കേക്ക്സ് പലതരമുണ്ട്, ഐസിങ് പലതരമുണ്ട്. റോയൽ ഐസിങ് പണ്ടത്തെ മറ്റേ എന്താ പറയുക നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഐസ് പോലെ എന്താ ഷുഗർ ഐസിങ് ഇല്ലേ, അതുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നോക്കുക. അപ്പോൾ ഇന്ന് അതിൽ നിന്നെല്ലാം സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഐസിങ് ഷുഗർ ഡസ്റ്റ് ചെയ്യുക. ഇത് ഞാൻ ഇപ്പോൾ കുറേ ചെറീസ് എടുക്കുന്നുണ്ട് കിട്ടും. അതിൻ്റെ കൂടെ വേറെയും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ ഇടാം. സെൻറ്ററിലായിട്ട് കുറച്ച് പ്രൂൺസോ അങ്ങനെയല്ല എന്തൊക്കെ വേണമെങ്കിലും ഇടാം. ഓക്കെ, പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇടാം. അപ്പോൾ കുറേ കൂടി കളർഫുൾ ആയിരിക്കും. ദിസ് ഈസ് ദ സിമ്പിൾ വേ. പിന്നെ ഇതിന് വേണമെങ്കിൽ ഒരു ചുറ്റും ഒരു റിബൺ, ഒരു റെഡ് കളറിലെ റിബണും കൂടി കെട്ടിക്കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ആ രീതിയിൽ ചെയ്യാം. ദിസ് ഈസ് ഏറ്റവും എളുപ്പമുള്ള ഒരു തരം അലങ്കാരം. അപ്പോൾ ഇനി കട്ടിങ്. സ്മൂത്ത് സോഫ്റ്റ് ആയതുകൊണ്ട് ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ അതിൻ്റെ ടെക്സ്ചർ? സാധാരണ നമ്മളൊരു കേക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ടെക്സ്ചറാണ്. ഒരു പ്ലം കേക്കിൻ്റെ ടെക്സ്ചറിനെക്കാട്ടിലും ഒരു സ്പഞ്ച് കേക്കിൻ്റെ ടെക്സ്ചറിലാണ് ഇത് വരുന്നത്. അതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കോളൂ. ടേസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ ക്രിസ്മസിൻ്റെ ആദ്യത്തെ കേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്യാം. ആഹാ, സൂപ്പർ ഫ്ലേവർ. ഇത് ആൽക്കഹോൾ കേക്കാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കയറി നിൽക്കും. നോൺ ആൽക്കഹോളിക് ആണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ചെയ്യാം. പക്ഷെ എങ്ങനെ നോക്കിയാലും ഇത് ബ്യൂട്ടിഫുൾ ആണ്. ശർക്കരയാണെന്നൊന്നും തോന്നില്ല കേട്ടോ, ശർക്കര ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുകയില്ല. എക്സലൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഒരു കേക്ക് ഇതുപോലെ ഉണ്ടാക്കണം, മറക്കരുത്. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരാനും മറക്കണ്ട. അത് ചേർക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി എത്രയോ കേക്ക്സ് നിങ്ങൾ കാണാൻ പോണു. ഞാനിപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസിൽ വേറെ ഒരുപാട് കേക്ക്സ് പ്ലാനിലുണ്ട്. അപ്പോൾ 1 by 1 ഉണ്ടാക്കി തുടങ്ങാം. കേക്ക്സ് മാത്രമല്ല വേറെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സന്തോഷം. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു LN വ്ളോഗ്സ്. ക്രിസ്മസ് സീരീസ് മുഴുവൻ കാണുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. സ്റ്റേ ട്യൂൺഡ്. ലവ് യു ഓൾ.